My name is Ram. Ramji Rao. എന്തോന്ന്? Ramji Rao speaking. ഓക്കെ. അവൻ കട്ടി കളഞ്ഞല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഹലോ, Ramji Rao speaking. അത് പറഞ്ഞതാണല്ലോ ആശാനെ. ചേടാ, റാംജി റാവു സ്പീക്കിംഗ്. സ്പീക്കിംഗ്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, യെസ്. നിങ്ങളുടെ മകൾ നിഷ മോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗുഡ്, വെരി ഗുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ. എന്ത് പറ്റി? നമ്പർ തെറ്റി നോക്കി. എന്തായി? എന്താ പറഞ്ഞേ? അയാൾ എന്തൊക്കെ പറയുന്നു? ഇവൊന്നും ഉറക്കൂല്ലേ? മതാചേട്ടാ, ഞാൻ ഒന്നിനു പോയിട്ടെ. നമ്പർ കിട്ടിയോ? അതെ, അത് തന്നെയാ. 34523. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം നോക്കി. ശരിയാ, ഫോൺ ടാപ്പിയാണെന്നാ തോന്നുന്നത്. വേലയിറക്കരുത്. മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാ? എന്തോ ഓഫ് ചെയ്യാൻ? നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാൻ. നിർത്തി. നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. നോക്കി. എന്താ? ആരാ കരയണേ? ആ ഉറുമിസ്തമാരുടെ മോള. അതിനെ ആരോട് തട്ടിക്കൊണ്ടു വന്നില്ല. റാംജി റാവു എന്ന് പറഞ്ഞൊരുത്തൻ. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തരണം. നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് അപ്പോ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പോലീസിനെ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഹലോ ഹലോ, എന്താ പ്രശ്നം? എന്താ? റാംജി റാവു എന്ന് പറഞ്ഞ ഒരുത്തനാ ഉറുമീസ് തമ്പാന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നുകളയുന്നു. ആ കൊച്ചിന്റെ കരുത്തിലപ്പ കേട്ടത്. അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ മത്താച്ച? എന്ത് ചെയ്യാൻ? കിടന്നുറങ്ങാൻ നോക്കണ. കൊല്ലേ വളർത്ത എന്റെ പണിയായിക്കോട്ടെ. ഇത് അങ്ങനല്ല മത്താച്ച. നമുക്ക് ഇത് ഉറുമീസ് തമ്പാനെ വിളിച്ചെന്നറിയില്ലേ? ഗോഷ, നീ ആ ഫോൺ നമ്പർ നോക്കിയെടുത്തേ. എന്തൊരു കഷ്ടമാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ഉറുമീസ് തമ്പാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ. മത്താച്ച, ഇത് അങ്ങനല്ല. ഇത് വിളിച്ചറിയിച്ചു നോക്കൂ. വിളി. ഉറുമീസ് തമ്പാൻ 34523. നിക്ക്. എങ്ങനെ? 34523. പോത്തെ, അത് ഇവിടുത്തെ നമ്പർ അല്ലേ? 34523 ഉറുമീസ് തമ്പാൻ. നോക്ക്. എന്റെ മാതാവേ, ഒരു നമ്പറിൽ 2 ഫോണാ. നീ ആ ഉർവശി തിയേറ്റേഴ്സ് നമ്പർ നോക്കി. ഉർവശി തിയേറ്റേഴ്സ് 34532. ഉറുമീസ് തമ്പാന്റെ താഴെ തന്നെയാ കിടക്കുന്നത്. ആഹാ, അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ഇവിടെ കിടന്ന് ശല്യുണ്ടാക്കുന്നത്. ഉർവശി കിടക്കുന്നിടത്ത് ഉറുമീസ് കയറി കിടക്കുക, ഉറുമീസ് കിടക്കുന്നിടത്ത് ഉർവശി കയറി കിടക്കുക. നീ ആ 2ാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കാച്ചിയൻ. കറക്റ്റ് ആയിരിക്കും. നീ എന്താ പറയാൻ പോന്നു? ഉറുമീസിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി വരും. നമുക്കൊന്ന് കളിച്ചാലോ? എന്തുട്ട് കളി? അവരെ തമ്മിലറിയിക്കാതെ നമുക്ക് ഇടയ്ക്കൊന്ന് കളിച്ചാലോ? നീ എന്തു പറയുന്നത്? എന്ത് കളി? ഒരു കളി. മത്തായി ചേട്ടാ, ഈ ഫോൺ ഇപ്പൊ ഇവിടെ എന്താ കാരണം? ദൈവവിധി. നാളെ നേരം വെളുക്കുമ്പം നമ്മൾ 3 ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി. ഗോപാലകൃഷ്ണ, നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല.
കിട്ടാനുള്ള ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. ബാലകൃഷ്ണ, നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? മത്തായി ചേട്ടാ, പൊളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടുവരണ്ടേ? അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ. ഒത്താലൊത്ത്. ബാലകൃഷ്ണ, നീ ഈ ഫോണെന്ന് വിളി, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ. ആ ഹലോ, മൈ നെയിം ഇസ് രാംജി റാവ്. ആര്? രാംജി റാവ് സ്പീക്കിംഗ്. രാംജി റാവോ? ഏത് രാംജി റാവു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഹലോ 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 ഹലോ, എന്ത് പറഞ്ഞു? അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു. നിഷ, 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 നിഷ മോളെ. എന്താ പറഞ്ഞേ? എന്റെ കുഞ്ഞ് സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. Tell me from where you are speaking. Cool down. I will kill you. നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ. No. Please, please tell me. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? പണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം. അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും. എത്ര പണം വേണമെങ്കിലും, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും തരാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത്. ഇല്ല, സത്യമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കില്ല. ഇത് മൂന്നാമത് ഒരാളെ അറിയില്ല. പ്രോമിസ്. ശരി, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയൂ. ഞങ്ങൾക്കൊരു ഒരു 2 മതി. 3 പറ. ഞങ്ങൾക്കൊരു 4 ലക്ഷം രൂപ വേണം. തരാം. എത്ര വേണമെങ്കിലും തരാം. തരാമെന്നോ? തരാമെന്നല്ലേ പറഞ്ഞത്? അയ്യോ മത്തായി ചേട്ടാ. ഹലോ ഹലോ മത്തായി ചേട്ടാ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. ഗോകൃഷ്ണ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. നമ്മൾ രക്ഷപ്പെട്ടാ, നമ്മൾ രക്ഷപ്പെട്ടാ. വിഷമോളെ, 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 മോളെ, വിഷമോളെ. സാറേ, നമ്മുടെ നിഷമോളെ കാണാനില്ല. സാരമില്ല, അവൾ എവിടെയെങ്കിലും കാണും. ഇല്ല സാറേ, ഞാൻ വീട് മുഴുവൻ നോക്കി. നിന്നോട് ആര് പറഞ്ഞു അവളെ തിരഞ്ഞു നടക്കാൻ? നീ ആരാ? അവളുടെ തന്തയാണോ? നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, മനസ്സിലായോ? ആ, പോയിക്കോ. ഹലോ, രാംജി റാവ് സ്പീക്കിംഗ്. ഉർമിസ്തംഭാൻ പേർ. പണം റെഡിയല്ലേ? രാംജി റാവു, എന്റെ മോള്. പണം റെഡിയല്ലേ എന്ന്? റെഡിയാണ്. എങ്കിൽ ഇന്ന് രാത്രി കൃത്യം 8:30 ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക. കുട്ടിയുമായി ഞങ്ങൾ അവിടെ ഉണ്ടാവും. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും പാടില്ല.
ഉറുമീസ് തമ്പാനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. രാംജി റാവു, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കും. പിന്നെങ്ങനെ തിരിച്ചറിയും? തനിച്ചല്ലേ വരുന്നത്, പിന്നെ തിരിച്ചറിയാൻ എന്താ? തനിച്ച് അതെ അതെ, തനിച്ചാ വരുന്നത്. മറിച്ചായാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല. 3, 4, 5, 2, 3. ഉറുമീസ് തമ്പാൻ. ഉറുമീസ് തമ്പാൻ. രാംജി റാവു സ്പീക്കിംഗ്. രാംജി റാവു, നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എപ്പോഴാ പണം കൊണ്ടുവരേണ്ടത്? ഇന്ന് രാത്രി 8 മണിക്ക്. ഇവിടെ വരണം. ന്യൂ ലൈറ്റ് ഹൗസിന് പിന്നിൽ. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഉണ്ടാവില്ല. മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. കെയർഫുൾ. എനിക്ക് വയറ് കത്തിട്ട് പാടില്ല, ആകെ കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. പേടിയുണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോണ്ട് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മത്തായി ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു. ഉറുമീസ് തമ്പാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയായി ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജി റാവുവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമീസ് തമ്പാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലീൻ. അയ്യോ, ഉറുമീസ് തമ്പാനിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മൾ 3 പേരും കൂടെ ഉറുമീസ് തമ്പാൻ മാറെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാം. നീ ഒറ്റയ്ക്കല്ല അല്ലാണ് അയാൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോകണോടാ. നിന്റെ സൗണ്ട് അയാൾ കേട്ടുപോയില്ലേ? എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ? അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ അല്ലേ ഗോപാലകൃഷ്ണ? ഓ, ഈ വണ്ടിയില്ല. ഇങ്ങോട്ട് പറയേ ബാലകൃഷ്ണ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? പിന്നീട് ഉറുമീസ് തമ്പാൻ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ കുറെ പണ്ടാരങ്ങളോട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ. കള്ളനെങ്കിൽ കള്ളൻ, തമ്പാനെങ്കിൽ തമ്പാൻ. അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ വടേ ബാലകൃഷ്ണ, ആ മേലെ ഇരിക്കുന്ന പെട്ടിയിലവിടെ താഴെ വലിച്ചിടേ. കുടിക്കടി, കുടിക്കാൻ കുടിക്കേ, കുടിക്കടി, കുടിക്കാനല്ലേ പറഞ്ഞു? എന്താ ഇവള് കുടിക്കുന്നില്ല? മോളത് കഴിക്ക, കഴിക്ക മോളെ, കഴിക്കാൻ. സാറ് ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ? ഒന്നും വേണ്ട, നീ പോയിക്കോ. താനെന്തിനാ ഇതൊക്കെ അടച്ചു പൂട്ടുന്നേ? തുറന്നേ. നേര് പറ, നിഷമോളെ എവിടെ? അതിന് സാർ എവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? നോണ, ഇവിടെ നീയും സാറും കൂടെ പലതും മറച്ചു വെക്കണുണ്ട്. സത്യം പറയണം, ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പ് നടന്നില്ലേ? അത് തന്നെ മറ്റുള്ളവർ പോയി പറ. ഞാനല്ലാതെ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചാല് എന്താണോ മത്തായി, തന്റെ ഉറുമി സാർ വല്ലതും പറഞ്ഞയച്ചോ? സാറേ, ഇന്നലെ രാത്രി മുതൽ നിഷമോളെ കാണാനില്ല. ആരോ പിടിച്ചോണ്ട് പോയെന്നാ തോന്നണത്. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മാതാവാണ് സത്യം. നേരാ, കുഞ്ഞ് വീട്ടിലില്ല. വേണേ സാറും നോക്കിക്കോ. ഉറുമി സോടെ ഇല്ലേ? ഉണ്ട്. മുറി അടിച്ചിട്ട് ഒറ്റ ഇരിപ്പും കരച്ചിലുവാ. നേരം വെളുത്തിട്ട് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. സാറേ സാറേ, ഞാൻ വിളിച്ചിട്ട് വന്നെന്ന് പറയണ്ട കേട്ടാ. ചോദിച്ചാ ചുമ്മാ നടക്കാനിറങ്ങിയെന്ന് പറഞ്ഞാൽ മതി. അതെ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഉറുമീസ്, മിസ്റ്റർ ഉറുമീസ്, എന്താ ഇവിടെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. നിക്ക്, ഇവിടെ നടന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്.
ഇവിടെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളൊന്ന് പോയി തന്നാ മതി. മിസ്റ്റർ ഉർമീസ്, നിങ്ങൾ ആരെയായി ഭയപ്പെടുന്നത്? നിങ്ങൾ ഇവിടെ നിന്നാൽ തന്നെ കുഴപ്പമാണ്. ഒന്ന് പോകാമോ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോകാം. അതിനു മുമ്പ് എനിക്ക് നിഷമോളെ ഒന്ന് കാണണം. എന്താ? അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കാം. എപ്പോ? എന്നോട് എന്തിനാ ഈ പോലീസ് ചോദ്യങ്ങളൊക്കെ? ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായിട്ടല്ല, സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് ആയിട്ടാണ്. നിഷമോൾ എവിടെ? പറയാൻ മനസ്സില്ല. എനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അല്ലാതെ ഇവിടെ കയറി വന്ന് കംപ്ലൈന്റ് ഉണ്ടോ ചോദിക്കേണ്ട കാര്യം പോലീസിനില്ല. മനസ്സിലായോ? മിസ്റ്റർ രാമേന്ദ്രൻ സാർ, ഒന്നിങ്ങോട്ട് വരും. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നു. പറയൂ സർ. നിഷ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ ഓണർ ഉർമീസ് തമ്പാൻ എന്റെ അയൽവാസിയാണ്. അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അവരെ പേടിച്ചിട്ട് അയാളൊന്നും പുറത്ത് പറയുന്നില്ല. നിങ്ങൾ അയാളെ ഒന്ന് വാച്ച് ചെയ്യണം. യെസ് സർ. അയാൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു എന്നുള്ള വിവരം എനിക്ക് അപ്പ കിട്ടണം. നിങ്ങൾ അയാളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അയാൾ അറിയരുത്. ഓക്കെ സർ. എന്താണ്? ഇന്ന് രാത്രി നിന്റെ വണ്ടി ഒന്ന് വേണം. അമ്മയെ കൊണ്ട് സ്ഥലം വരെ പോവാനാ. പിന്നെ നീ വരണമെന്നില്ല, വണ്ടി മാത്രം മതി. അണ്ണാ ഒരു കുഴപ്പമില്ലടേ, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ചെല്ല്. റാണി, എന്താ ഇവിടെ? ഞാൻ റാണിയെ കാണാൻ തന്നെ വരികയായിരുന്നു. എന്തിന്? എന്ത് പെട്ടെന്നാ കാര്യങ്ങളുടെ നൂലാമാലയിൽ അഴിയുന്നത്. എനിക്ക് മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട്. നേരോ? അതെ. അപ്പോഴിനി ആ കല്യാണം നടത്താലോ? നടത്താം. നബീസുന്റെ കല്യാണം ഞാൻ വിചാരിച്ചാലും ഭംഗിയായി തന്നെ നടക്കും. ഭാഗ്യമുള്ളോളല്ലേ ആ കുട്ടി? നബീസുന് മാത്രമല്ല, ഉണ്ണിക്കുണ്ട് ഭാഗ്യം. ഒരുപക്ഷെ ഉണ്ണിയുടെ ഓപ്പറേഷനുള്ള പണവും എനിക്ക് തരാൻ പറ്റിയേക്കും. എന്താ, ഞാൻ തന്ന വാങ്ങില്ലേ? അതല്ല, ഞാനത് എങ്ങനെ തിരിച്ചു തരാ? എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലോ? അയ്യോ, അത് പറ്റില്ല. എങ്കിൽ അതൊരു നീണ്ട കടമായി കൂട്ടിക്കോ. അങ്ങനെ കടം തിരികെ ചോദിച്ചോണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് റാണിയെ ഒന്നൊന്ന് കാണാമല്ലോ. നിക്കൂ. ബാലകൃഷ്ണ ഇത്രയും പണം എവിടുന്ന? വേണ്ട, ഞാനിപ്പോ എന്തു പറഞ്ഞാലും നുണയെ പറയും. റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിയട്ടെ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും. ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. പിന്നെ ഞാൻ ഇത്ര അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയായിരുന്നാ മതി. ടയർ 4 പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തോരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ നമ്മുടെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ? സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. കാലത്തേനും ധർമ്മക്കാരും കൂടെ എഴുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ? ബാ, ദേ ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം. പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തോരം വെച്ചത് പറഞ്ഞേ പറ. താൻ എന്തോടെ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ ഇതിന് ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ എന്തിനാ എന്റെ പിന്നെ നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ. തനിക്ക് ഈ വീട് ഇവിടെ ഇട്ടിട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിനക്കെന്താ വേണ്ടേ? ഞാൻ ആ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ട എന്നോട് ചോദിച്ചാ പോരെ? എന്താ വേണ്ടേ? നമുക്ക് വേണ്ട 3 കള്ളന്മാരെ വേഷം. 3 കള്ളന്മാരെ വേഷം. ഞാൻ അഭിനയിച്ച നാടകത്തിനുണ്ടല്ലോ 3 കള്ളന്മാരെ വേഷം. ഇത് പറ്റുമോ? ഇതിങ്ങനെ കണ്ണി വെക്കണ കണ്ട? ഇത് കൊള്ളാം. ഇത് 3 എണ്ണം കാണും. ഉണ്ടാവും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ. ഇതൊരു മാതിരി കോമാളി വേഷം പോലെ ഇരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമീസ് തമ്പാൻ ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് എന്തിനാ നമ്മൾ വേഷം കൊടുക്കണേ? അയാൾ തുണി എടുക്കണ്ട വരണേ? അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമീസ് തമ്പാനായിട്ട് പോകുന്നു. കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും. അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ? എന്താ? ഈ രാജാപാർട്ടി വേഷമൊക്കെ ഇട്ട് അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട്. പറ്റത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ
ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പറ്റില്ല. ചുമ്മാ അല്ല ഉറവ തിയേറ്റേഴ്സ് തടച്ചു പൂട്ടിയത്. എന്താ അല്ലെ മനുഷ്യന്മാരുടെ വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തിയേറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 കളി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. തമാശക്കാരാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ടാ അല്ല കോട്ട്. കോട്ട് ഹലോ സാർ, അത് ഞാനാണ്. ഉർമീസ് തമ്പാൻ ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? വീട്ടിലേക്കാണെന്നാ തോന്നുന്നത്. രാമേന്ദ്രൻ, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഉർമീസിനെ ഉടനെ ഫോളോ ചെയ്യുക. അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുക. യെസ് സാർ. ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. പോരാട്ടമാരംഭമായി പടനിലങ്ങളിലാകെയും പടഹകാഹളഭേരികൾ പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാടുമായി ഇറങ്ങുവിൻ തുടങ്ങുവിൻ സന്താഹം. കൊതിച്ചതോ ഒരു കളിക്കളം, വിധിച്ചതോ ഈ പടക്കളം. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. അങ്ങനൊക്കെ ഇവിടെ തന്നെ ഇനി വരണ്ട. ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരും ഇല്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ. ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അതെ, മൂന്നാളും ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കൂല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വരടാ, ഇവിടെ വന്ന് കുത്തിരിക്കുക എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്തേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാറുകൾ എന്താ വലിയ ചില്ലിത്തെക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും മീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. അയ്യോ, പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ. നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ, എടാ നിനക്ക് ഓടണം. ഞാൻ പറഞ്ഞ സ്മൈലെ കുട്ടിയ സ്പീഡിൽ ഓടും ചെയ്യും. നിക്കവിടെ ബാലകൃഷ്ണ. നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ? എടാ, കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെ അടുത്തുണ്ട്. കാറ് വിടാ, വിട് കാറ്. ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോഴും നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്ക് തുറക്കുവാനെ ഡ്രൈവർ. സോറി, ഇത് തുറക്ക് തുറക്ക് തുറക്കാൻ സ്മാനെ. ഒന്നാമത് തല്ലി തല്ലി അടുക്ക പോ. വിട് വിട് വിട. എന്താ കളിക്കും? വിട്.
നന്മ തിന്മകൾ തങ്ങളിൽ ജന്മസമരമുഖങ്ങളിൽ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലിതു സാഹസം കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ പോരാടുന്നു വെറി നീരോടെന്നും ഇരുപേരും തോൽവി അറിയാതെ ഇന്നും തോരു തുടരുന്നു തന്നിലിവർ തെല്ലും കാശി കളയാതെ കളിക്കണം ഇത് കളിക്കണം പടക്കണം ഒരു പടക്കണം. ബാലകൃഷ്ണ, ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനൊരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഇതെന്നിട്ട് ഈ ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ. വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. നീ ഒരെണ്ണം പോയി വീണിട്ട് പാടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നു മത്തായി ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇനി ഇവിടെ മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല. പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. വരുന്നു 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 വരുന്നു. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. മത്തായി ചേട്ടാ, അവിടുത്തെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞെവിടെ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കാട്ടെ, എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്. ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം കൊണ്ടുവരാം. അല്ലെങ്കിൽ പോകരുത്. ആ പെട്ടിക്ക് തടാ. കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട. പെട്ടി തരാൻ. നീ കൊടുത്തേക്ക്, രക്ഷയൊന്നുമില്ല. നിഷമോളോടെ. അതെ, ഉർവശി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീൻ മറീസിന്റെ നിഷമോളോടെ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിനക്ക് നിഷമോളോടെ പറയടാ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടരുത് മിസ്റ്റർ ഉർമീസ് തമ്പാൻ. ഞങ്ങളെ തടയരുത്. നടക്കടാ. സ്റ്റോപ്പ് ഇറ്റ്. രാംജിറാവു, രക്ഷപ്പെട്ടോളൂ. പോലീസുകാരെ എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? മിസ്റ്റർ ഉർമീസ് തോക്കിൽ നിന്ന് വിടാൻ. ഇവിടെ ഒച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഒടുങ്ങിലും ഉണ്ടാവും. വേം വരി. ഇതിലൊന്നും ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലകൃഷ്ണനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണേ. മജീദ്, ജബ്ബാറ്, സുക്കൂറ്, ബിലാല, അരി ഊരടിക്ക്. അരി തുറക്കണം അവിടെ.
മഞ്ഞ പിശാച് ബാലകൃഷ്ണൻ നമ്മുടെ പാർട്ടിയെന്ന് കൊണ്ടിട്ട് പോയാടി അങ്ങനെ നീക്കി പിടിക്കിച്ചക്കാരി. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞാലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്തത് എന്റെ നെഞ്ചിൽ തന്നെ നിൽക്കണേ. അങ്ങോട്ട് കോട്ടെ. അയ്യോ, അങ്ങോട്ട് തിരിച്ചു പിടിക്കേ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കാണുന്ന പരിപാടിയൊക്കെ വേണ്ട. മുതല് ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വിടും ഞാൻ. അങ്ങനെ നിന്നെ വിട്ടിട്ടുണ്ട്. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? ഇതെന്തപ്പോ ഇയാൾ പിടിച്ചോടിക്കുന്നത്? തടുത്തോ? അമ്മേ, അയ്യോ അയ്യോ അയ്യോ. നിർത്തി. ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണോ ഭ്രാന്ത് പിടിച്ചു പോണേ. ഒരു വാച്ച് കിട്ടിണ്ട്. തന്റെയാണോ? ഞാനേ അടുത്താളോ അടുത്താളോ. നീ എന്താ ഇവിടെ കുതിര കളിക്കുക? ഇടുവാ നിന്നെ. ഞാനൊരു ഇടി ഇരിക്കട്ടെ. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ മലന്ന് എടുക്കണ്ട. ഞാൻ എനിക്ക് കൂത്തിയേറ്റ് പോയിട്ട് ഒരു ചവിട്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ. ബാലകൃഷ്ണ ഓടിക്കോ. ഞാൻ ഏതായാലും കയ്യച്ചോ. ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒന്ന് വിട്ടേട ഗോപാലകൃഷ്ണ. ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ ശശി നമ്മൾ വിചാരിച്ച പോലെ അല്ലേട്ടാ. അയാൾ 3 ആളിരിക്കണം. ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. നന്ദിയുള്ളവരാണ്. കംപ്ലീറ്റ് ലെവലാക്കി. ഈ വക പണിക്കിന് ഞാനില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട. അവിടെ കിടവും. അയാള് വലിയ പുണ്യാളത്തിനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു നീയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായിടാ? എടാ, നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ? ബാലകൃഷ്ണ, നീ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ടൊന്ന് ഇറങ്ങി തരുമോ? മീശ മറ്റേ 3 ലക്ഷം വേണോ 4 ലക്ഷം വേണോ അവന്റെ അമ്മേനെ കെട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ. ഇനിയിപ്പോ ആരെ പിണ്ടമ്മയ്ക്കാനെ പോണേ? ചവിട്ടി പുളിഞ്ഞു. ഹലോ, റാസ്കൽ. വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ നീ ഒന്നും പഠിച്ചിട്ടാ തെണ്ടി. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. വേണ്ട, ഇനി ഒന്നും പറയണ്ട. നെറികെട്ട നായെ നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. രാംജി റാവു പ്ലീസ്. രാംജി റാവു? ഇനി ഒരു രാംജി റാവു ഇല്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോണ്ട് വാ. ഹലോ 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 ഹലോ, നീ എന്ത് വിവരക്കാണ് കാണിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല. അത് അപകടമാണ്. എന്തപകടം? പോലീസ് ഇവിടെ വരും. വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ടെന്താ? അവരും രാംജി റാവു തന്നെ ആയിക്കോട്ടെ. ആ കുഞ്ഞിന്റെ കാര്യം? അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നമ്മളോട് ചെയ്തതിന് അയാളും അനുഭവിക്കട്ടെ. ബാലകൃഷ്ണ, അയാൾ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ? ബാലകൃഷ്ണ, ഇത് അയാളാ, രാംജി റാവു. നീ അബദ്ധമൊന്നും പറയരുത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. നീ പറയുന്നൊന്ന് കേൾക്ക്. നീ കൈവിട് ബാലകൃഷ്ണ, പ്ലീസ്. ഡാഡി, ഡാഡി,
ഇവരെന്നെ കൊല്ലും ഡാഡി. എന്താണ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? പറ ഡാഡി. ഡാഡി ഇവരെന്നെ കൊല്ലും. ഡാഡി എന്താ ഒന്നും പറയാത്ത? ഡാഡി പറ ഡാഡി. ഡാഡിക്ക് എന്നെ വേണ്ടേ ഡാഡി? മിസ്റ്റർ ഉറുമീസ് തമ്പാൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്കൊരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല. എന്താ നമ്മൾ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത്? അത് പാടില്ല. ഞാൻ ആ ഉറുമീസിനെ വിളിച്ചെല്ലാം പറയാൻ പോവാ. ബാലകൃഷ്ണ അരുത്. ഘോഷ, നീ കൈയെടുക്ക്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി. മര്യാദ കൈയെടുക്ക്. ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല, കൈയെറാ. ഇല്ല, കയ്യേറാ. എന്തത്? കൊല്ലും. നിങ്ങൾ ആരെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ നടത്തും. എന്നെ വിടുമത്താച്ചേട്ടാ. എന്താടാ? ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ, കൈ നിറയെ കാശുമായിട്ട് എത്തുമെന്ന്. എറണാകുളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നാളെ ഞാൻ എത്തുമെന്ന് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ. നാളെ വണ്ടി പണിയാൻ ആള് വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായിച്ചേട്ടൻ എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്തായിച്ചേട്ടന്റെ കാര്യം പോട്ടെ, ഇവനോ? നാളെ അംസക്കോ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടി നീ എവിടുന്നാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? പറയടാ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, വിളിച്ചു പറ, എല്ലാരോടും എല്ലാം വിളിച്ചു പറ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടയിൽ ഒരാളും കൂട്ടിന് വേറെ. ബാലകൃഷ്ണ, 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 ഹംസക്കോയ വരുന്നു. നീ ഉടനെ ഇവിടുന്ന് മാറി നിൽക്ക്. ഹംസക്കോയ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. നീ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കാൻ പോണേ? ഇന്ന് രാത്രി കാശ് കൊടുക്കാം. എവിടെന്ന്? ആ ഉറുമീസിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ കാശ് വാങ്ങിച്ചെടുക്കണം. ചാവാനാണെങ്കിൽ ഇവിടെ തന്നെ കിട്ടി നോക്കിയാ പോരെ? പോലീസിന്റെ വെടി കൊണ്ട് ചാവണ? ചാവുന്നെങ്കിൽ ചാവട്ടെ, ഇങ്ങനെ ശവങ്ങളായിട്ട് ജീവിക്കുന്നതിനും ഭേദം അതാ. മത്തായി ചേട്ടാ, ഇനി ഇതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. ഞാൻ പറയുന്ന കേൾക്ക്. എന്തു വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഇനി പാത്തം പതുങ്ങി പോകേണ്ട കാര്യമില്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ ആ ഉറുമീസിന് ഫോൺ ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ഹംസക്കോയെ പറഞ്ഞു നിർത്തിയിട്ട് വരാം. ഇനി അങ്ങനെ തന്നെ ചെയ്യാൻ നല്ലതല്ലേ? ഹലോ, ഞാൻ ചെമ്മീൻ വർഗീസാണ്. ഓ ആരാ? ചെമ്മീൻ വർഗീസ്. നിന്റെ നിന്റെ അമ്മയുടെ മനുഷ്യനിവിടെ മേപ്പോട്ടേക്ക് വായിലാണ് നിൽക്കുക. അപ്പോൾ അവൻ ചെമ്മീൻ കച്ചവടത്തിന് വരുന്നത്. ഹലോ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത നിങ്ങളോട് ഈ ദയ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ കരുതിയാണ്. പണവുമായി എവിടെ വരണം അത് പറയൂ.
ഇന്ന് രാത്രി 11:50 പഴയ തുരങ്കത്തിനടുത്തുള്ള തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിൽ കാത്തു നിൽക്കുക. ഞങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്വത്തും പണവും സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനോ? എന്തിനായാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. മിസ്റ്റർ ഉർമീസ്, ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന്. പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സഹായിക്കുന്നതും അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നതും അതാണ്. എന്ത് ചെയ്താലും എനിക്ക് അതൊന്നും പ്രശ്നമല്ല. എനിക്ക് എന്റെ കുഞ്ഞാണ് വലുത്. ഞാൻ അവസാനമായിട്ട് പറയാണ്, നിങ്ങളുടെ ഇടപെടൽ മൂലം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്കിൽ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളും അവരും തമ്മിൽ ഇന്ന് രാത്രി കാണുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ രാത്രി ഈ നഗരം പോലീസിന്റെ പ്രത്യേക വലയത്തിലാണ്. മറക്കണ്ട. ഒരു കാരണവശാലും ഇനി നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രി 11:50 മുമ്പ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യണം. സാർ, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കുക. സാർ, നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും സങ്കേതങ്ങൾ ഇന്ന് റെയ്ഡ് ചെയ്യണം. യെസ് സാർ. ഇന്ന് രാത്രി നഗരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കണം. സാർ, അപരിചിതരെയും സംശയം തോന്നുന്നവരെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം. സാർ, ഇന്ന് രാത്രി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു വാഹനവും ഈ നഗരത്തിൽ ഓടാൻ പാടില്ല. യെസ് സാർ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. ഒന്ന് വേഗമാകട്ടെ. ഇതാ നിങ്ങളുടെ പണം. നിൽക്കൂ. എവിടെ എന്റെ മോൾ? എവിടെ? ആദ്യം അവൾ, പിന്നീടാകട്ടെ പണം. ആദ്യം പണം, പിന്നെ കുഞ്ഞ്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിവിടെ തന്നെയുണ്ട്. പക്ഷെ അല്പനേരം കൂടി നിങ്ങൾ ക്ഷമിച്ചു നോക്കൂ. കുഞ്ഞിനെ ഭദ്രമായി തന്നെ ഇവിടെ എത്തിക്കും. നഗരം മുഴുവൻ പോലീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോളുടെ ഗതി എന്താവും? ആലോചിച്ച് നിൽക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പൊ സമയമില്ല. എത്രയും വേഗം പണവുമായി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും. ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചേ പറ്റൂ. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കടമയാണ്. അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ, ഞാൻ ബാലകൃഷ്ണൻ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായി തിരിച്ചു പോകാം. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പണം കൊണ്ടുപോയിക്കൊള്ളൂ. ഗോപാലകൃഷ്ണ, വരൂ. നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഇതിനകത്തുണ്ട്. എന്റെ മോളെവിടെ?
ഡാഡി Daddy, 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 Daddy. ഇതിന് ഡാഡിയില്ല, ഇതിന് ഡാഡിയില്ല. മത്തായിച്ചേട്ടാ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞ് മോളെ നിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. കളിക്കരുത്, നീ കളിക്കരുത് ചക്ക. നിന്നെ നീ ഞാൻ കൊല്ലടാ. നിർത്ത്, നീ പെട്ടിക്കൊണ്ട് പോ, നീ പണമായിട്ട് പോ. ഞാനും മറ്റച്ഛനും വന്നോളാം, നീ പോ. മോള് കരയല്ലേ, ഞങ്ങൾ ഡാഡിയുടെ ആൾക്കാരാ. മോള് കരയല്ലേ, ഇപ്പൊ വരാം. നീ പോ, നീ കാശും കൊണ്ട് പോയി പോ. എടാ പോവാൻ. ഇവനെ പറയാൻ സട്ടിട്ട് പോ, നേരെ
പിടിയോരെ ബാലകൃഷ്ണ, നമുക്ക് ഇവിടെ ഇവിടെ വിടാം. പോലീസുകാർ കൊണ്ടു കൊടുത്തോളൂ. അത് പറ്റില്ല മത്തായിച്ചേട്ടാ. മത്തായിച്ചേട്ടൻ വേണേ പൊയ്ക്കോ. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരുന്നുള്ളൂ. പറയുന്നേക്ക് മത്തായിച്ചേട്ടാ, ആ നല്ല മനുഷ്യൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തേ പറ്റൂ. അതിനു മുമ്പ് അവന്മാരെ നമ്മളെ പിടിക്കും. നീ പറയുന്ന കേക്ക്. ഇല്ല മത്തായിച്ച, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരൂ. മത്തായിച്ചേട്ടൻ വേണേ പൊയ്ക്കോ. വേണ്ടടാ, ഏതായാലും ഇത്രത്തോളം ആയില്ലേ. നിനക്കെന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഞാനുണ്ടാ നിന്റെ കൂടെ. ആ മോളെ, ഡാഡി 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 താങ്ക് യു വെരി മച്ച്. കരാർ തീർന്നു. പക്ഷേ ഞങ്ങളല്ല നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾ വെറും ഇടനിലക്കാർ മാത്രമാണ്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഈ വേഷങ്ങളൊക്കെ കെട്ടിയത്. ഞങ്ങളോടൊന്നും തോന്നരുത് പ്ലീസ്, ഞങ്ങളോടൊന്നും തോന്നരുത്. വിട്ടട്ടെ. എനിക്കിനി വയ്യ. എനിക്ക് ഓടാൻ വയ്യ. മത്തായിച്ചേട്ടാ, എനിക്ക് വയ്യ ബാലകൃഷ്ണ. മത്തായിച്ചേട്ടൻ ഇവിടെ തന്നെ പോലീസിനെ ഞാൻ നോക്കിക്കോളാം. ഞാൻ തിരിച്ചു വരുന്നവർ മത്തായിച്ചേട്ടൻ ഇവിടെ എങ്ങും പോകരുത്. എന്താ ബാലകൃഷ്ണ, എന്താ ഇതൊക്കെ? റാണി, ഞാൻ ഈ പോലീസും ബഹളമൊക്കെ സത്യം പറ, എന്ത് ചെയ്തിട്ടാ ബാലകൃഷ്ണ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നെ വിശ്വസിക്കേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ രാത്രിയിൽ ഈ വഴിക്ക് പാത്തും പതുങ്ങിയും? റാണിയെ കാണാൻ വന്നാ. നാളെയല്ലേ ഓപ്പറേഷൻ. പണം ശരിയായിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇല്ല, ബാലകൃഷ്ണൻ എവിടുന്നോ എന്തോ മോഷ്ടിച്ചു, അതാ സത്യം. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കരുത്. റാണിയോട് ഞാൻ കള്ളം പറയില്ല. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. അതിനെനിക്ക് കുറച്ച് പ്രതിഫലവും കിട്ടി. അതിൽ നിന്ന് റാണിക്ക് ആവശ്യമുള്ള രൂപ
നാളെ രാവിലെ ഇവിടെ എത്തിക്കും. എനിക്ക് വേണ്ടത്. സത്യം പറ, ആ പണം എവിടുന്ന ബാലകൃഷ്ണന്? ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്നെ അവിശ്വസിക്കരുത്. റാണിയാണ് സത്യം, ദൈവത്തിനാണ് സത്യം. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. നാളെ രാവിലെ ഞാൻ പണവുമായി എത്തും. ബാലകൃഷ്ണ, എനിക്ക് ബാലകൃഷ്ണനെ വിശ്വസിക്കാമോ? പ്ലീസ്. ഞങ്ങൾക്ക് വെളുപ്പിനെ പോണം. ഉണ്ണി വല്ലാത്ത പ്രതീക്ഷയില്ല. പോകാനായി എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു, കാറ് വരെ. പോകുമ്പോ ഞങ്ങൾ ആ വഴി വരട്ടെ. എങ്കിലതാ നല്ലത്. പണവുമായി ഞാൻ കാത്തിരിക്കും. ചെല്ലെ, സമാധാനമായി കിടന്നുറങ്ങിക്കോ. മത്താച്ചേട്ടാ, മത്താച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. മത്താച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. മത്താച്ചേട്ടാ, മത്താച്ചേട്ടാ, സൂക്ഷിച്ച്. മത്താച്ചേട്ടാ, ആരെയാ നോക്കുന്നേ? ഇനി ആരും വരില്ല. നമ്മൾ രക്ഷപ്പെട്ടു. മത്തായിച്ച, നമ്മൾ രക്ഷപ്രഭുക്കളായി. ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ കള്ള, ഞങ്ങൾ വന്നു. ഗോപാലകൃഷ്ണ, ഇവനെവിടെ? ഗോപാലകൃഷ്ണ, 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 അവനോട് എങ്ങുമില്ല. മത്തായിച്ച, എടാ അവൻ എടാ ഗോപാലകൃഷ്ണ, നീ ഇത് ആർക്കാ വിളിക്കുന്നു? ഹലോ, ശരണാലയല്ലേ? ഗോപാലകൃഷ്ണന്റെ അമ്മയുണ്ടോ അവിടെ? ഇല്ലല്ലോ. രാത്രി തന്നെ വന്ന് ഗോപാലകൃഷ്ണൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. അവരെന്താ പറഞ്ഞു? അവൻ പണം കൊണ്ട് കടന്നു കിടന്നു. മത്താച്ച, അവൻ നമ്മളെ പറ്റിച്ചു. അവനത് ചെയ്യും. ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നോട് ആ ചതി ചെയ്യരുതായിരുന്നു. മത്താച്ച, അവനെ വിടരുതാ ബാലകൃഷ്ണ, വിടരുത്. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഈ നാട് കടക്കാൻ നോക്കും. അവൻ അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മളെ പറ്റിച്ചിട്ട് അവൻ രക്ഷപ്പെടണ്ട. വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. പോലീസ് സ്റ്റേഷൻ. ഉറുമീസ് തമ്പാന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ 3 പേരെ നിങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളറിയാത്ത 3 പേര് കൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാന്നാർ മത്തായി. അതിൽ ബാലകൃഷ്ണനാണ് ഞാൻ. എവിടുന്നാ വിളിക്കുന്നത്? മാന്നാർ മത്തായിയുടെ ഉർവശി തീറ്റേസിൽ നിന്നും. ഞാനും മാന്നാർ മത്തായി ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്കൊന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളിലെ 3-ാമൻ ഗോപാലകൃഷ്ണൻ, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. മുഴുവൻ പണവും അവന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവൻ ഈ നഗരം വിടും. KLY 9433. ആ കാറിന് പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടാവും. അവന്റെ അമ്മ. ഹലോ ഹലോ ഹലോ, അബ്സുക്കോയുടെ പെങ്ങള്, അവള് കല്യാണപ്പന്തലിൽ ഒരുങ്ങിയിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോ ഉണ്ണിയെ കൊണ്ട് റാണി വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ?
മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, പണം. മത്തായി ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. ബാലകൃഷ്ണ, നമ്മൾ ലക്ഷപ്രഭുക്കളായടാ. എന്താ മത്തായി ചേട്ടാ? നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഹംസക്കോരെ കാശ് കൊടുക്കാൻ പോയി. 35,000 രൂപയും കൊടുത്ത് ആദ്യത്തെ വണ്ടിക്ക് നാളെ കയറ്റിവിട്ടു. ബാലകൃഷ്ണ, നബീസറ കല്യാണം നാളത്തിൽ നടക്കൂടാ. ദേ, ബാക്കി 2,65,000 രൂപ ഇതിനകത്തുണ്ട്. നമുക്ക് 3 പേർക്കും ഉള്ളതാ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിന്നെ കാണാതായപ്പോ നീ ഞങ്ങളെ പറ്റിച്ചു എന്ന് കരുതി. എന്നിട്ട് ബാലകൃഷ്ണ, എന്നിട്ട് എല്ലാ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു. അവരേത് നിമിഷവും ഇവിടെ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ഗോപാലകൃഷ്ണൻ. ബാലകൃഷ്ണ, കാറിൽ അമ്മ ഇരിക്കുന്നതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്യുവരെ. വരണം. ബാലകൃഷ്ണ, ഈ അവസ്ഥയിൽ അമ്മ എന്നെ കാണരുത്. ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? എന്നെ കബളിപ്പിച്ച് നിങ്ങൾ നേടിയ പണമില്ലേ, അത് നിങ്ങൾക്കുള്ള എന്റെ പ്രതിഫലമായി കരുതിക്കൊള്ളൂ. എന്റെ മോള് പറഞ്ഞു അവളെ എന്റെ കയ്യിലെത്തിക്കാൻ നിങ്ങൾ പെട്ട പാട്. താങ്ക്സ് എ ലോട്ട്. ഇതൊന്ന് അയച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്ത് തരാൻ പറ്റുമോ? ഏറിയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല. പ്രോമിസ്. ആ കാറിലിരിക്കുന്നത് എന്റെ അമ്മയാ. നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറേ, ആ ഫോണൊന്ന് എടുക്കാൻ പറ്റുമോ? സാറിനുള്ളതാ. ഹലോ, Ramji Rao speaking.